മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്ന ബിൽ സർവമാന എതിർപ്പുകളെയും മറികടന്ന് രാജ്യസഭയും പാസാക്കിയതോടെ അതെല്ലാം മോദിയുടെ വിജയമായി മാറി. 7-നെതിരെ 165 വോട്ടുകൾക്കാണ് ബിൽ പാസായത്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ചരിത്രപരമായ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരും. രാവിലെ ബിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ സമവായമുണ്ടായില്ലെങ്കിലും ഉച്ചയോടെ പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം നിർത്താൻ സർക്കാരിന് സാധിച്ചതോടെയാണ് ബിൽ പാസാക്കാനുള്ള വഴി തുറന്നത്. മുസ്ലിം ലീഗ്, ആം ആദ്മി, DMK തുടങ്ങിയ പാർട്ടികളിൽ നിന്നായി 7 പേരാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. അണ്ണാ DMK അംഗങ്ങൾ സഭ ബഹിഷ്കരിച്ചു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയവും സ്വകാര്യ മേഖലയിലും സംവരണം ഏർപ്പെടുത്തണമെന്ന ഭേദഗതി പ്രമേയത്തെയും പിന്തുണച്ചെങ്കിലും പ്രമേയങ്ങൾ തള്ളിയ ശേഷമുള്ള വോട്ടെടുപ്പിൽ ബില്ലിന് അനുകൂലമായി CPIM വോട്ട് ചെയ്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് 10% സംവരണം നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തിങ്കളാഴ്ചയാണ് തീരുമാനമുണ്ടായത്. സാധാരണ ബുധനാഴ്ച ചേരാറുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം തിങ്കളാഴ്ച വിളിച്ചു ചേർത്തായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനം പ്രഖ്യാപിച്ചത്. വാർഷിക വരുമാനം 8 ലക്ഷത്തിന് കീഴെയുള്ളവർക്കാണ് സംവരണത്തിന് യോഗ്യത ലഭിക്കുക. ഏറെക്കാലമായി RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നതാണ് സാമ്പത്തിക സംവരണം. 50%-ത്തിലധികം സംവരണം നൽകരുതെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് 10% കൂടി ഉയർത്തി 60%ആക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. 10% സംവരണം സർക്കാർ ജോലികളിൽ നൽകും. നിലവിൽ OBC, പട്ടികജാതി, പട്ടികവർഗക്കാർക്ക് സംവരണം നൽകുന്നുണ്ട്. സാമ്പത്തിക സംവരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എല്ലാവരുടെയും ക്ഷേമമാണ് BJPയുടെ ലക്ഷ്യം. രാജ്യസഭയിൽ ബിൽ പാസ്സാകുമെന്നാണ് പ്രതീക്ഷ. പൗരത്വ ബിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനെന്നും മോഡി പറയുന്നു. അതേസമയം സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ബിൽ രാജ്യസഭയിലും പാസ്സായേക്കും. സർക്കാരിന്റെ തന്ത്രത്തിൽ കുഴയുന്ന പ്രതിപക്ഷത്തെയാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ബില്ലിനെ പിന്തുണയ്ക്കാതെ മറ്റു മാർഗമില്ലാതായി. അതേസമയം ബില്ലിന്റെ അലയൊലികൾ കേരളത്തിലുമുണ്ടാകും. NSS ഉൾപ്പെടെയുള്ള മുന്നോക്ക സമുദായത്തിന്റെ വൻ പിന്തുണ BJPക്ക് ലഭിക്കും. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് സംവരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് NSS രംഗത്തെത്തിയിരുന്നു. കേരളത്തിൽ CPM-നെതിരെ ആഞ്ഞടിക്കുന്ന NSS-ന് മറ്റൊരു വടി കൂടി കിട്ടി. BJP സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ CPM പിന്തുണച്ചത് നന്നായി. BJPയോടൊപ്പം ചേർന്ന് നിന്നാലും ഇനി എങ്ങനെ NSS-നെ CPM-ന് കുറ്റം പറയാനാകും? കേന്ദ്രത്തിന്റെ തീരുമാനം കേന്ദ്രത്തിന്റെ നീതിബോധവും ഇച്ഛാശക്തിയും തെളിയിക്കുന്നതാണെന്ന് NSS വ്യക്തമാക്കി. തീരുമാനം നടപ്പാക്കുന്ന കാര്യത്തിൽ കടമ്പകളുണ്ടെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.